പെരുമ്പാവൂരിനടുത്ത് ഒരു കുടുംബം. ഈ കുടുംബത്തിലെ ഒരു അപ്പച്ചനും അമ്മച്ചിയും പട്ടാശ്രമത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. വളരെ സങ്കടത്തോടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കൂടെ ഒരു മകളുണ്ട്. മകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, മകൾക്ക് 18 ഏക മകൾ, നീണ്ട നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിലുണ്ടായ മകളാണ്. ഈ മകൾക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം, 18ാം ജന്മദിനം, അപ്പനും അമ്മയും ഈ മകൾക്ക് സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ വാങ്ങി മകൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് കാത്തിരുന്നു. രാവിലെ പതിവിലും താമസിച്ചാണ് മകള് പതിവിലും താമസിച്ചിട്ടും മകള് ഉണർന്നില്ല, മകൾ വരുന്നില്ല. ഈ അപ്പനും അമ്മയും മെല്ലെ വന്ന് വാതിലിൽ മുട്ടി. വാതിൽ ചാരിയിട്ടിട്ടേ ഉള്ളൂ, തുറന്നു കിടക്കുകയാണ്. വാതിൽ തുറന്നു, ഉള്ളിലേക്ക് പ്രവേശിച്ചു, ലൈറ്റ് ഇട്ടു. മകളെ മുറിയിൽ കാണാനില്ല. നോക്കിയപ്പോൾ, ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഇതാ ഒരു കൊച്ചു കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഇന്നെനിക്ക് 18 വയസ്സ് പൂർത്തിയായി, ഞാൻ പ്രായപൂർത്തിയുള്ളവളായി, എനിക്ക് ഇന്ന ഒരാളെ ഇഷ്ടമാണ്, ഞാൻ അവൻ്റെ കൂടെ പോകുന്നു, എന്നെ അന്വേഷിച്ച് വരണ്ട. 18ാം ജന്മദിനത്തിൽ മകൾക്ക് സർപ്രൈസ് കൊടുക്കാൻ കടന്നു ചെന്ന അപ്പനും അമ്മയും മുഖത്തോട് മുഖം നോക്കി. അവർക്കാണ് സർപ്രൈസ് കിട്ടിയത്. പ്രിയമുള്ളവരെ, 18 വയസ്സുള്ള ഈ പെൺകുട്ടി 6 മാസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട സുഹൃത്ത്, ഈ സുഹൃത്തുമായിട്ട് സ്നേഹത്തിലായി. ഈ സുഹൃത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ സുഹൃത്ത് വിളിച്ചിടത്തേക്ക് ഇവൾ പോവുകയാണ്. ഈ കാരണവന്മാരെങ്ങനെയൊക്കെയോ ഇവൾ പോയ വഴികൾ, അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഇവൾ താമസിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ഇടുക്കി ഭാഗത്ത് ഒരു മലയോര മേഖലയിലാണ് ഇപ്പോൾ അവളുള്ളത്. അവൾ താമസിക്കുന്ന ഇടത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ പ്രിയമുള്ളവരെ, ഈ കാരണവന്മാർക്ക് വലിയ സങ്കടമാണ്. ഈ മകൾ താമസിക്കുന്ന ഏതാണ്ട് ഈ ടെൻ്റ് അടിച്ചതുപോലെ ഷീറ്റ് കെട്ടിയ ഒരു മറവ് പുര, അവിടെയാണ് താമസിക്കുന്നത്. ഇവൾക്ക് ഇഷ്ടമാണ്. ഇവളേക്കാൾ ഏതാണ്ട് 15 വയസ്സ് പ്രായമുള്ള ഒരുവൻ. എന്തു പറഞ്ഞിട്ടും ഇവനെ ഉപേക്ഷിച്ച് പോരുവാൻ ഇവൾ തയ്യാറാകുന്നില്ല. സങ്കടപ്പെട്ട് തിരിച്ചു പോരുന്ന മാതാപിതാക്കൾ. ഒരു 3 മാസങ്ങൾ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവൾ അമ്മയെ ഒരു രാത്രി ഫോൺ വിളിക്കുന്ന: അമ്മേ, ഞാൻ നാളെ വീട്ടിലേക്ക് വരികയാ കേട്ടോ. മകളല്ലേ? അമ്മ എതിർത്ത് പറഞ്ഞില്ല. പിറ്റേ ദിവസം മകൾ വന്നപ്പോഴാണ് കാര്യം അറിയുന്നത്. ഇവളേക്കാൾ 16 വയസ്സുള്ള ഇൻസ്റ്റഗ്രാമിൽ 6 മാസങ്ങൾക്ക് മുൻപ് പരിചയപ്പെട്ട ഇവന് വിവാഹിതനാണ്, ഭാര്യയുണ്ട്, 2 പിള്ളേരുമുണ്ട്. 3ാമത്തെ കൊച്ചിൻ്റെ പ്രസവത്തിന് ഭാര്യ വീട്ടിൽ പോയ സമയത്താണ് മനോഹരമായ ഈ ഇടുക്കിയിലെ വീട്ടിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത്. തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചതാ. ഒരു തോന്നലാ, അവൻ്റെ കൂടെ അങ്ങ് പോയേക്കാം. പ്രിയമുള്ളവരെ, ഈ മകളെയും കൊണ്ട് ഈ അപ്പനും അമ്മയും കടന്നു വരുമ്പോൾ അച്ഛാ, കൊച്ചു മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വലിയ സങ്കടമാ, അസ്വസ്ഥതയാ, ആകുലതയാ. പ്രിയമുള്ളവരെ, തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കും. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം തിരുവചനം: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം, ഇതാണ് വഴി, ഇതിലേ പോവുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതം നിറയപ്പെടുമ്പോൾ കൂടെയുള്ളവരെ സ്നേഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, കൂടെയുള്ളവരെ പരിഗണിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, അച്ഛനൊരു ചോദ്യം ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്ര എണ്ണമുണ്ട്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം, 22, 23 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9: സ്നേഹം, ആനന്ദം, സമാധാനം. പറഞ്ഞേ, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വലതുകരമുയർത്തി സ്വരമുയർത്തി എന്ന് പറഞ്ഞ ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം: പരിശുദ്ധാത്മാവ് പുതുജീവൻ നൽകുന്ന ആത്മാവാണ്, പുത്തൻ അഭിഷേകം നൽകുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ.